അയ്യോ അയ്യോ മാമദേവ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വയ്യാത്ത എന്നെ ഇട്ട് ഇങ്ങനെ ഓടിക്കില്ല. എടാ വയ്യാതെ വീട്ടിൽ കുതിര കാര്യമുണ്ടോ? അയ്യോ പ്രായമാകുമ്പോ ഒന്ന് ഇറങ്ങും, ഓടുമൊക്കെ വേണം, ശരീരമൊക്കെ ഒന്ന് അനങ്ങണ്ടേ? അയ്യോ അങ്ങ് അണയ്ക്കുവാ. അണക്കണ്ട, താനെ അണഞ്ഞോളും. ഞങ്ങള് ഓടാൻ ഇറങ്ങിയതാ. ആരെയാ അങ്ങോട്ട് നോക്കുന്നേ? അങ്ങോട്ട് നോക്കുന്നേ. അല്ല, ആരെങ്കിലും ഓടിച്ചാണോ നോക്കുവത്? അവൻ ചിരിക്കുന്നുണ്ടോ? അവൻ ഷൂറ് കൂട്ടാൻ വേണ്ടി വന്നതാ. ഷുഗറോ? പഞ്ചാരി അല്ലേ? പിന്നെ രാവിലെ രതിയുടെ തയ്യക്കട വന്നിരിക്കേണ്ട കാര്യം. കൊച്ചുവെളുപ്പം കാലത്ത് ഇവിടെ വന്ന് കുത്തിരിക്കണ വല്ല കാര്യമുണ്ടോ? ഞാൻ തുണി തയ്ക്കാനായിട്ട് വന്നാ. ആരാണ്ട് ഇങ്ങ് വന്നുണ്ടല്ലോ. ഈ കണ്ണിന്റെ ഈ ലെൻസ് കംപ്ലൈന്റ്. ഈ രതിയുടെ അമ്മ ശശികലയാ. പണ്ട് തങ്കക്കടം പോലെ ഇരുന്ന പെണ്ണുമ്പിള്ളയാ. ഇപ്പൊ തങ്ങളുടെ കറച്ചിട്ടിയുടെ വക്ക് പൊട്ടിയോലായി. മൂന്നും രാവിലെ തന്നെ വന്നിട്ടുണ്ടല്ലോ. ആ രതിയുടെ അമ്മേ, രതി എവിടെ പോയി? അയ്യടാ, വിളിക്കുന്ന വിളി കേട്ടാ തോന്നുന്നു എന്നെക്കാള് വിളയതാണ്. എന്റെ അപ്പന്റെ അമ്മയുടെ കൂടെ പഠിച്ച ടീംസാ. എന്റെ അമ്മാമാര് മൂന്നുപേരും കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയ. എന്റെ ദൈവമേ, കരണക്കല്ല് പൊട്ടിപ്പോവും. പതുക്കെ പറഞ്ഞാ മതി, എനിക്ക് ചെവി കേക്കാം. ആണ്ടടാ, ഈച്ച പൊതിയുന്നാണക്കങ്ങ് പൊതിയുവാണല്ലോ. എന്തോ തയ്ക്കാനാ? എനിക്കൊരു അണ്ടർവെയർ തയ്ക്കണം. അളവൊക്കെ പതക്കെ നിന്ന് എടുത്താൽ മതി. പുള്ളിക്ക് അണ്ടർവെയറാ, പക്ഷെ എനിക്ക് അതല്ല. നിനക്കതല്ലെന്നല്ല, നിനക്കതില്ല. പറഞ്ഞു തെറ്റിപ്പോയതാ. അവള് വരുമ്പോ മര്യാദക്ക് വേഗം അളവെടുപ്പിച്ച് തയ്ച്ചോണ്ട് പൊക്കോണം. വെറുതെ എന്റെ പെങ്കൊച്ചിനെ വല്ലതും കേൾപ്പിച്ചോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ശശികലേ, പോ ശശികലേ. ഇവരുടെ വയറ്റിൽ തന്നെ വന്ന് പറഞ്ഞല്ലോ. ഇന്നല്ലാതെ ഈ തള്ള ശരിയല്ലേ കേട്ടോ. തയ്ക്കണം, അളവെടുക്കണം, തയ്ക്കണം. ഇത്ര ധൃതിയോ? എന്റെ പൊന്നെ, തയ്ച്ചു തരാം. ആർക്കാ ഏറ്റവും കൂടുതൽ ധൃതിയല്ലേ? ഇപ്പൊ ആർക്കും ധൃതിയില്ലേ? അല്ല, ഇപ്പൊ ആർക്കും വലിയ ധൃതിയൊന്നും ഇല്ല. സമയം എടുത്ത് ചെയ്താ മതി. ആരാന്ന് വെച്ചാ അല്ല, എന്താ തയ്ക്കണ്ടേ? എനിക്കൊരു ജുബയും പാന്റും. ജുബയും പാന്റും. അയ്യോ, നീട്ടി പിടിച്ചേ. 28. ആര് 28? അമ്മ സുഖിച്ചല്ലേ? ഞാൻ ആളുകളോട് ഇത്ര കളവനായിട്ട് എന്താ സ്വഭാവമാണ്? പോകുന്നു. അളവെടുക്കട്ടെ. അതെന്റെയാ, ഇങ്ങോട്ട് തന്നേക്ക്. തുണിതാ. അയ്യോ, തുണി കൊണ്ടോന്നില്ല. തുണി വീട്ടിലിരിക്കുക. തുണി ഇല്ലാണ്ടോണം അളവെടുക്കാൻ തന്നെ. മാറി തുണിയില്ലാക്കാൻ ആ കൊച്ചിക്ക് അളവെടുക്കാൻ വേണ്ടി മാറേ. ഞാൻ ചെല്ലാം മോളെ, എന്റെ അളവ്. ആദ്യം തുണിതാ. അല്ല, അളവെടുക്ക. തുണി താന്നേ. അളവെടുത്ത അളവും കൊണ്ട് വേണം പോയി തുണി എടുക്കാൻ. അപ്പൊ തുണി വാങ്ങിച്ചിട്ടില്ല. തുണിയുണ്ട്, ദേണ്ട്. നിങ്ങളെ ഒരു കാര്യം ചെയ്യ്, പോയി തുണി മേടിച്ചിട്ട് വാ, എന്നിട്ട് അളവെടുക്കാം. തമ്മി പോയി. പോ, നിക്കണ്ട, പോയിക്കോ. വന്നേ വന്നേ. എന്നാ ഇപ്പൊ അവക്ക് നമ്മളോട് കലിപ്പന്നാന്നറിയോ? എന്നാ ഇപ്പൊ പപ്പു എന്ന് പറഞ്ഞ ഒരുത്തും കൂടെ ഉണ്ടല്ലോ. ആ, പപ്പു. അത് കുതിരോട്ടും പപ്പു. അതല്ല, നിക്കറിട്ട ഒരു പപ്പൂലേ. ആ, നിക്കറിട്ട പപ്പു. നിക്കറിട്ട പപ്പു അവൻ മഹാവൃത്തി കേട്ടവനാ. ആ, നിക്കറിടുന്ന എല്ലാരും വൃത്തികെട്ടവനാ അവന്. കാരണം അവന് ഇടാറില്ലല്ലോ. അതല്ല, അവനെ എന്തായാലും എനിക്കറിയാവുന്ന പയ്യനാ. പൊക്കണം അവനെ. അവനെ ഇങ്ങ് വരട്ടെ, അവനെ ഞാൻ താറടിച്ചു ഇറങ്ങി നടക്കും. അവൻ വരുന്നുണ്ടേ. എങ്ങോട്ട് പോടാ? നീ ഒരു കാര്യം ചെയ്യും, അങ്ങ് മലയുടെ താഴ്വാർത്തി എന്നോ എനിക്ക് ഒരു കെട്ട് ബീഡി വാങ്ങിക്കൊണ്ടുപോവാ. അതൊക്കെ പണ്ട് എന്റെ കുഞ്ഞുനാളിൽ. ഇപ്പൊ ഞാൻ വളർന്നു വലുതായി. ചെറുക്കം വളർന്ന് വലുതായതാ പറയുന്നത്. ചുമ്മാ തല്ലു മേടിക്കണ്ട. അവന്റെ കയ്യിൽ നിന്ന് മേടിക്കാ. നമുക്ക് ഇനി മസാജ് സെന്ററിൽ പോയാലോ? അതിനാ നല്ലത്. ചേച്ചി, പപ്പു, നീ എന്താ രാവിലെ തന്നെ വന്നേ? ഞാൻ പോയിട്ട് രാത്രി വരട്ടാ. വേണ്ട, ഇവിടെ നിക്ക്. ചേച്ചി, എനിക്ക് എന്ത് ഇഷ്ടമെന്ന് അറിയാമോ? ഞാൻ എന്നും രാത്രി കിടന്നുറങ്ങുമ്പോ ചേച്ചിയെ സ്വപ്നം കാണും. പിന്നെ നോണം. സത്യം ചേച്ചി, ചേച്ചിയെ ഓർത്തിട്ട് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ നീ നോണയാ പറഞ്ഞെന്ന്. എടാ, നീ ആദ്യം എന്താ പറഞ്ഞേ? ചേച്ചി സ്വപ്നം കാണുമെന്ന്. ഇപ്പൊ നീ എന്താ പറഞ്ഞേ? ചേച്ചിയെ ഓർത്ത് ഇന്നലെ രാത്രി ഉറങ്ങിയില്ലെന്ന്. എടാ, രാത്രി
ഉറങ്ങാതെ ഇങ്ങനെയാടാ സ്വപ്നം കാണുന്നേ? അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോഴേ ചേച്ചിയെ സ്വപ്നം കാണുന്നത്. എടാ പപ്പു, നിന്റെ ഒരു കാര്യം. ചേച്ചിയുടെ രണ്ട് കാര്യം. പപ്പു 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 പപ്പോ അപ്പൂപ്പന്റെ സിപ്പപ്പോ സിപ്പല്ല, പപ്പു പപ്പോ. പപ്പു ഇപ്പൊ പോണില്ല. ചെമ്പകപ്പൂ എന്താടാ ഇവിടെ മുണ്ട് തയ്ക്കാൻ വന്നതാ. മുണ്ടാരെങ്കിലും തയ്ക്കോടാ? ഇപ്പൊ കീറിയില്ല, ഇനി തയ്ക്കണ്ടേ? ആ അത് ശരിയാണല്ലോ, മുണ്ട് തയ്ക്കണമല്ലോ. മുണ്ട് ഞാൻ തയ്ച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഇവിടുന്ന് പൊക്കണം. പിന്നെ ഈ ഭാഗത്ത് കണ്ടുപോകരുത്. ആ ഭാഗത്ത് കാണാമല്ലോ. ആ ഭാഗത്തുനിന്നല്ല, ഈ വീടിന്റെ 7 അയലൊക്കത്ത് നിന്നെ കണ്ടുപോകരുത്. അമ്മേ, അവനൊരു കൊച്ചു കുട്ടിയല്ലേ? അയ്യാ കുട്ടി, 40 വയസ്സായിട്ട് നിക്കറിട്ടുണ്ട് നടക്കുന്ന പട്ടി. ചേച്ചി പപ്പു, അമ്മ പറഞ്ഞേലും കാര്യമുണ്ട്. ഞാൻ നിന്റെ ചേച്ചിയുടെ പ്രായമല്ലേ? നീ ഇങ്ങനെ എന്നെ കാണാൻ എപ്പോഴും വരാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും പപ്പു ചേച്ചിയെ കൊണ്ടേ മറിയൂ. അല്ല ചേച്ചി എനിക്ക് ഇഷ്ടം അതാ. പപ്പു നീ ഒന്ന് പോ. പോവില്ല പപ്പു പോവില്ല. ഞാൻ അങ്ങോട്ട് വരണോടാ? വേണ്ട, ഞാൻ പോയി. അയ്യോ ഓഫ്, എന്നാ മഴയാണോ? പൊളിച്ചടുക്കുക. മഴ കുറഞ്ഞു. എന്തിനാണ് എന്നെ ഈ പാതിരാത്രിക്ക് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഇങ്ങോട്ട് നടക്കും ഇങ്ങോട്ടെ. നമുക്ക് അവനെ പൊക്കണ്ടേ? എന്നെ പൊക്കണ്ടെന്ന്? ആ. ഒന്നാമത് നിനക്ക് പകല് പോലും കണ്ണു കാണത്തില്ല. ആ. എന്നിട്ട് ഇപ്പതേ പപ്പു ആണെന്നും പറഞ്ഞ് എന്റെ നിഴലിട്ട് ഈ വടി വെച്ച് അടിക്കാൻ തോന്നിട്ട് കുറെ നേരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പ് ഒരുത്തം പോകുന്ന പോലെ എനിക്ക് തോന്നിയോണ്ടല്ലോ അടിച്ചത്. അടിച്ചത്. ഇങ്ങോട്ട് വന്നേ. അതെ, നമ്മുടെ പാക്കരൻ എന്ത് ചെയ്യും? പാക്കൻ അവനെ കാവി പറഞ്ഞുകൊണ്ടിരിക്കുക. തൊഴാനോ? അതേ, ഇവിടെ വന്ന് ഇവൻ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവനെ പൊക്കും. ഇല്ലെങ്കിൽ കാവില് അവനും അവളും കൂടെ ചിലപ്പോ അവിടെ കാണും. അത് പാക്കരം പൊക്കിക്കോളും. എന്നല്ല ഇന്ന് അവനെ പൊക്കിട്ടുള്ള കാര്യമുള്ളൂ. പൊക്കി എടുത്താൽ തന്നെ രണ്ടിന്റെയും വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിലിടും. അത് കൊള്ളാം. എന്നിട്ട് അടിപൊളി ഒരു ക്യാപ്ഷൻ അങ്ങോട്ട് എഴുതും. എന്നാന്ന്? അയലത്തെ ആന്റിയും കൗമാരക്കാരനും തമ്മിലുള്ള രാസലീല. 1 മില്യൺ അടിക്കും. അടിച്ചത് ഓർമ്മ. ഇവിടെ കാണും. നോക്കാം. അവിടെ നോക്ക്. പപ്പു ചേച്ചി പപ്പു ഏത് ചേച്ചി? എന്നടാ ചൂട് ചേമ്പ് തിന്നോ? എന്നെ പറ്റി? അറ്റാക്കാണോ? അവരിവിടെ ഉണ്ടെന്ന്. അയ്യോ, അറ്റാക്കാണോ? അല്ലെന്ന്, നെഞ്ചിലൊരു വേദന പോലെ. ഉണ്ടല്ലേ? പപ്പു, നീ ഈ നൈറ്റി ഊര്. ഞാൻ നൈറ്റ് ഇട്ടുണ്ടോടാ പട്ടി? അല്ലെന്ന് അവള് പറഞ്ഞതാ. അവള് പറഞ്ഞു കേട്ടില്ല. നൈറ്റി ഊരാ. പപ്പു, അമ്മ വന്നേല് മുന്നേ നീ ഈ നൈറ്റി ഒന്ന് ഊര്. ഊരാൻ ചേച്ചി, എനിക്ക് കുറച്ച് സമയം കൂടെ താ. കൊറേറെ സമയം തരാം. ഇറങ്ങടായിക്കോട്ടെ. കള്ള കാമുക ഇന്ന് പൊക്കി നമ്മളെ. അമ്മടിക്കല്ല കളി. ഓ, രാത്രി ഇങ്ങനാണോ വിസിലടിക്കുന്നത്? എന്നാ മാറ്റി അടിക്കാം. എന്റെ ദൈവമേ, എന്റെ അമ്മാവ എന്തിനാ ഇങ്ങനെ വിസിലടിക്കുന്നതെന്ന്? എന്റെ തള്ള അതിനകത്ത് 2 പേരുണ്ടെന്നും. ആ ഉണ്ട്, ഞാനും എന്റെ മോളും. അതല്ലെന്ന്, ഞങ്ങൾ അവിടുന്ന് സംസാരം കേട്ടായിരുന്നു. നിങ്ങൾ എന്തോ കേട്ടെന്നാ? അയ്യോ, വൃത്തികേട് പറയുന്നോ? നൈറ്റി ഊരാൻ പറയുന്നത് ഞാൻ കേട്ടതാണ്. ആരൂരാ പറഞ്ഞെന്ന്? പപ്പു എന്റെ തൊണ്ട. പപ്പു, എന്നാ അവൻ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാനൊന്ന് നോക്കട്ടെ. പെണ്ണമ്പിള്ള അവനവിടെ തിളച്ച് നിക്കുവാണ്. മഴയും കൂടെ വലിയ പ്രശ്നമാവും. നാട്ടുകാർ മുഴുവൻ കണ്ടല്ലോ. ഇവളെ കൊണ്ട് ഇറങ്ങി വാടി. നാട്ടുകാരെ കൊണ്ട് അനാവശ്യം പറയിക്കുന്നോടി. ഇറങ്ങി ഇങ്ങോട്ട്. ആരടിയത്ത്? എന്താ അമ്മേ? പച്ചപ്പാപ്പ ഒന്നും പറഞ്ഞില്ല. എന്റെ അമ്മ തള്ള ചോദിക്കണ ഇവര് പറഞ്ഞ നേരാണോടി? ആരടിയത്ത്? പപ്പു ഇന്നവനെ പൊക്കി. പപ്പു പപ്പു, ഇറങ്ങി വാടാ ഇങ്ങോട്ട്. എന്റെ ദൈവമേ, എന്റെ മാനം പോയല്ലോ. എനിക്ക് വേണം ഇങ്ങോട്ട്. അയ്യോടാ, ഇത് കണ്ടോ? നാണിച്ച് നിക്ക. കാപ്പി പൊടി കടിക്കുന്നേ. നാണിച്ച് നിൽക്കുന്നവനെ. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ മഴയെ കൊണ്ട് വന്നതാ. മഴയും കൊണ്ട് വരാൻ നീ എന്നെ കാർമേകോ? ഞാൻ മഴയത്ത് നനഞ്ഞോണ്ട് വന്നെന്നാ പറഞ്ഞത്. അതിന് നൈറ്റി എന്തിനാണ് ഇട്ടിരിക്കുന്നത്? ഇവിടെ ആണുങ്ങളുണ്ടോ? ഇല്ല. ആണുങ്ങൾ ഉടുക്കുന്ന തുണിയുണ്ടോ? ഇല്ല. അപ്പൊ എന്റെ തുണി ഊരി മാറ്റിയപ്പോ എനിക്ക് വേറെ തുണി ഇല്ലായിരുന്നു. ഞാൻ ഈ നൈറ്റ് എടുത്തിട്ടു. പിന്നെ നൈറ്റ് ഊരാൻ പറഞ്ഞതോ? അത് പിന്നെ ഞാൻ തയ്ച്ചു വെച്ച നൈറ്റി ഇട്ടാ ഞാൻ ഊരാൻ പറയില്ലേ?
നീ എന്തിനാ ഈ നേരത്ത് വന്നത്? ചേച്ചിക്ക് ചോക്കോബാറും കൊണ്ടുവന്നത്. ചോക്കോബാർ ഈ മഴയത്താണോടെ ചോക്കോബാർ തിന്നുന്നത്? ആ, ഉണ്ട്. എന്നിട്ട് ചോക്കോബാറിന്റെ ആ, ഇത് സ്റ്റിക്കല്ലേ ഉള്ളു. 1 മണിക്കൂർ മുമ്പ് മേടിച്ച ഇവിടെ എത്തിയപ്പോ ഇതെങ്കിലും കിട്ടിയത് ഭാഗ്യം. എന്നാ ചെയ്തെന്നോ? ഇതിനകത്ത് എന്തോ കല്ല് കടിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് കല്ല് കടിക്കുന്നുണ്ട്. കല്ല് കടി- കാര്യമൊക്കെ വ്യക്തമായല്ലോ. ഇനി ഒന്ന് ഇറങ്ങി പോകാവോ? അയ്യോ പോകാം. ആ പാറങ്ങി എന്താ ഇറങ്ങി പോ. എല്ലാം ഇറങ്ങിപ്പോ. ബാജി നമുക്ക് എത്തും. നിന്നോട് കൂടെ പറഞ്ഞു ഇറങ്ങി പോടാ എന്റെ പേരക്കകത്ത്. കല്ല്, കല്ല്. അവനെ പോ- അടിച്ചേ അയ്യ കടിച്ചേ. എന്നാ കഴിച്ചത്? കഴിച്ചെന്നോ? കഴിച്ചെന്നല്ലെന്ന്. ഞാൻ ഇവരെ അന്വേഷിച്ച് കാവി പോയില്ലേ, അവിടെ ചെന്നപ്പോ എന്നെ പാമ്പ് കടിച്ചല്ലോ. അയ്യോ, പാമ്പ് കടിച്ചെങ്കിൽ പിന്നെ ആശുപത്രി പോകാൻ മേലായിരുന്നോ? ഞാൻ അവിടെ 100 പ്രാവശ്യം വിളിച്ചു കൂവി, ഒറ്റ പോലും വന്നില്ല. അറിയാവോ? ആ ഇതാ മാമ നമ്മുടെ ചില നാട്ടുകാരെ കുഴപ്പം. അത്യാഹിതം വന്ന് വിളിച്ചു പോയി ആരും വരത്തില്ല. പക്ഷെ അവിഹിതം എന്ന് പറഞ്ഞ് വിളിച്ചാ എല്ലാരും ഓടിക്കൂടും. ഇവിടെ നിന്ന് മെസ്സേജ് പറഞ്ഞോണ്ട് കാലയിൽ വിഷം മേലോട്ട് കറിയാൻ ചാകുന്നതിന് മുമ്പ് എന്നെ ആശുപത്രി കൊണ്ടുപോകും. പാവം.